നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അസ്യൂം എ ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ വിച്ച് ഇസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. എക്സ് വൈ ബി നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് such that root over x minus root over x plus a is root a minus y. What is the largest possible value of a such that a is less than 100 എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്കത് മനസ്സിലായി സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് മൈനസ് റൂട്ട് ഓവർ എക്സ് തെറ്റിപ്പോയി, നേരെ സ്ക്വയർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ എക്സ് മൈനസ് റൂട്ട് ഓവർ എക്സ് പ്ലസ് എ ഇസ് ഈക്വൽ ടു എ പ്ലസ് വൈ മൈനസ് 2y റൂട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോണ സാധനം എന്താണെന്ന് വെച്ചാൽ റൂട്ട് ഓവർ എക്സ് പ്ലസ് എ കംസ് ഔട്ട് ടു ബി, നമുക്ക് കിട്ടാൻ പോണെന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കും. എക്സ് മൈനസ് എ, ഇവിടെ വൈ സ്ക്വയർ ആണല്ലോ, മൈനസ് എ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2y റൂട്ട് എന്ന് കിട്ടും. 2y റൂട്ട്. ഓക്കെ, ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അപ്പോൾ ഇതൊരു ഇറാഷണൽ നമ്പർ ആട്ടോ. ഇതൊരു ഇറാഷണൽ നമ്പറാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെന്ത് ചെയ്യാം, ഇതിനെ സം യു എന്നും ഇതിനെ സം വി എന്നും വിളിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് സം യു പ്ലസ് വി റൂട്ട് എ ഫോർമാറ്റിലാണ്. ഓക്കെ, സ്ക്വയർ ചെയ്യാം, ഒരു തവണ കൂടി സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് അത് എക്സ് പ്ലസ് എ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എ പ്ലസ് 2uv റൂട്ട് എന്ന് കിട്ടും. ഇനി നോക്കടാ, ഇനി എന്താ സംഭവം, എ പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, എക്സ് വൈ ഒക്കെ ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ ഇതൊരു ഇൻറ്റിജർ. ഇനി ഇതൊരു ഇറാഷണൽ നമ്പറാണ്, ഇറാഷണൽ നമ്പർ കടന്നു വരാൻ പാടില്ല. അപ്പോൾ എന്തായി, ഇതിനൊരു കാര്യം മനസ്സിലായി, ഈ ടേം എന്തായാലും 0 ആണ്, യു വി ടേം എന്തായാലും 0 ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യു വി ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒന്നുകിൽ യു ഈസ് ഈക്വൽ ടു 0 ഓർ വി ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, അപ്പോൾ വി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് വൈ ഈക്വൽ ടു 0 എന്നാണ് തരാൻ പോകുന്നത്. സിമ്പിൾ കേസാണ്. ഓക്കെ, യു ഈക്വൽ ടു 0 എന്താ തരണേ നമുക്ക് നോക്കാം. യു ഇസ് ഈക്വൽ ടു 0 എന്താ തരണേ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ യു ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് ഈ ടേം 0 ആയിപ്പോയി. ഏത്, എക്സ് മൈനസ് എ മൈനസ് വൈ സ്ക്വയർ ടേം 0 ആയിപ്പോയി. എക്സ് മൈനസ് എ മൈനസ് വൈ സ്ക്വയർ ടേം 0 ആയിപ്പോയി. ഈ ടേം 0 ആയിപ്പോയി കേട്ടോ, ഈ ടേം 0 ആയിപ്പോയി. അതുകൊണ്ട് എന്തായി, നമ്മളുടെ അതോടൊപ്പം തന്നെ എന്ത് കിട്ടിയെന്നറിയോ, റൂട്ട് ഓവർ എക്സ് പ്ലസ് എ എന്ന് പറയുന്ന നമ്പർ എന്തായി മാറി, 2y റൂട്ട് ആയി മാറി. 2y റൂട്ട് ആയി മാറി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താ കിട്ടാൻ പോണെന്ന് വെച്ചാൽ എക്സ് എന്ന് പറഞ്ഞ സാധനം എ പ്ലസ് വൈ സ്ക്വയർ ആണ്. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോണത് എക്സ് ഇസ് ഈക്വൽ ടു 4ay സ്ക്വയർ മൈനസ് എ എന്ന് കിട്ടും. അത് കൊള്ളാം. അപ്പോൾ ഇത് രണ്ടിടത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്സിനെ ഇക്വേറ്റ് ചെയ്ത് നോക്കാം. എക്സ് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടാൻ പോകണം എന്താ വെച്ചാൽ 4ay സ്ക്വയർ മൈനസ് എ ഇസ് ഈക്വൽ ടു എ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് 4a മൈനസ് 1y സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി അവർ പറയുന്നുണ്ട് എ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ എക്ക് പറയുന്ന വാല്യൂസ് എന്താന്ന് വെച്ചാൽ പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ആൻഡ് എ വാല്യൂ എത്രയാണ്, ലെസ് ദാൻ 100 എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവുന്ന കേസിൽ നമ്മളുടെ 4a മൈനസ് 1 എന്ന് പറയുന്ന സാധനം എന്തായാലും ഗ്രേറ്റർ ദാൻ 2a ആയിരിക്കും. നോക്കിക്കേ, എ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ 4a മൈനസ് 1 എന്തായാലും ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. നോക്കിക്കോ, 4a മൈനസ് 1 ഇതിൽ നിന്ന് കിട്ടാൻ പോണത് 2a ഗ്രേറ്റർ ദാൻ 1 എന്നാണ്, എ ഗ്രേറ്റർ ദാൻ ഹാഫ് എന്നാണ്. കറക്റ്റാ? യെസ്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, നമ്മുടെ വൈ സ്ക്വയർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് 2a ബൈ 4a മൈനസ് 1 ആണല്ലോ. അപ്പോൾ ഇത് ലെസ് ദാൻ 1 ആണ്, വൈ സ്ക്വയർ ലെസ് ദാൻ 1 ആണെന്ന് പറഞ്ഞു. വൈ എന്താണ്, നോൺ നെഗറ്റീവ് ഇൻറ്റിജറാ. വൈ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ആണ്. വൈ സ്ക്വയർ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ, വൈ ഈക്വൽ ടു 0. അപ്പം മറ്റേ കേസിൽ നമുക്ക് വൈ ഈക്വൽ ടു 0 തന്നെ കിട്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ വൈ ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കൺക്ലൂഷനിൽ കിട്ടാൻ പോണത്. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ നമുക്ക് വൈ വാല്യൂ 0 കിട്ടി എന്ന് മനസ്സിലായി. അപ്പോൾ വൈ വാല്യൂ 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇതാ, വൈ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം.
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകണം എന്താ വെച്ചാൽ ഒറിജിനൽ ഇക്വേഷനിൽ y വാല്യൂ 0 കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകണമെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ ആയിരിക്കും. y വാല്യൂ 0 കൊടുക്കുമ്പോൾ റൂട്ട് ഓവർ എക്സ് പ്ലസ് എ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും. സോ എക്സ് സ്ക്വയർ മൈനസ് 2ax മൈനസ് പ്ലസ് എക്സ് പ്ലസ് എ സ്ക്വയർ തെറ്റിയില്ലേ, എക്സ് സ്ക്വയർ മൈനസ് 2ax മൈനസ് എക്സ് പ്ലസ് എ സ്ക്വയർ മൈനസ് എ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ മൈനസ് 2a പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് എ സ്ക്വയർ മൈനസ് എ ഇസ് ഈക്വൽ ടു 0. ഇനി എക്സ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക എന്താ വെച്ചാൽ മൈനസ് ബി 2a പ്ലസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓവർ ബി സ്ക്വയർ. അപ്പോൾ ആ ഡിസ്ക്രിമിനൻ്റ് എന്താണെന്ന് എഴുതാൻ പോകട്ടെ ഞാൻ. 2a പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4a സ്ക്വയർ ക്യാൻസൽ ആയിപ്പോയി. പിന്നെ 4a പ്ലസ് 1 പ്ലസ് 4 എന്ന് വരും. അതായത് 8a പ്ലസ് 1 ബൈ 2 എന്ന് വരും. ഇനി എക്സ് ഇൻഡിജർ ആയിട്ട് വരുന്നതുകൊണ്ട് റൂട്ടിനുള്ളിലുള്ള സാധനം എന്തായിരിക്കണം, പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. സോ 8a പ്ലസ് 1 ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ നമുക്ക് കിട്ടി. 8a പ്ലസ് 1 ഇസ് പെർഫെക്റ്റ് സ്ക്വയർ. ഇനി എയുടെ മാക്സിമം വാല്യൂ 100 അപ്പോൾ 8a പ്ലസ് 1ൻ്റെ മാക്സിമം വാല്യൂ 801 അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ഒരു ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ ലെസ് ദാൻ 801. സോ വി ആർ ലുക്കിംഗ് ഫോർ ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ ലെസ് ദാൻ 801 ആവണമെന്ന് മനസ്സിലായി. അപ്പോൾ അത് ഏതായിരിക്കും വർക്ക് ആവുക? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ 28ൻ്റെ സ്ക്വയർ വന്നിട്ടുണ്ടായിരുന്നു 784 മറ്റോ 729. ഓക്കെ, അപ്പോൾ 729 ആണ് നമ്മൾ എടുക്കേണ്ടത്. 8a പ്ലസ് 1 എന്തായിരിക്കണം, 729. അപ്പോൾ എ വാല്യൂ എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. വർക്ക് ആവുണ്ടോ നോക്കണം കേട്ടോ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഏറ്റവും വലുതാണ് എടുത്തിരിക്കുന്നത്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. പക്ഷെ അത് വർക്ക് ആവുമെന്ന് കൂടി നമുക്ക് നോക്കണം. 728/8. അപ്പോൾ എ വാല്യൂ 91 കിട്ടി. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ എ വാല്യൂ 91 കൊടുക്കണ സമയത്ത് അത് ആൻസർ വർക്ക് ആവുമെന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എ വാല്യൂ 91 ആണെങ്കിൽ നമ്മൾ എക്സ് അത് വർക്കാവുന്ന എക്സ് വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എക്സ് നമുക്ക് ഇതേ ഒരെണ്ണം പോസിറ്റീവ് എടുത്ത് നോക്കാം. പോസിറ്റീവ് ഇടുന്ന കേസ് എന്ന് പറയുമ്പോൾ 183 പ്ലസ് 27/2. അപ്പോൾ ഇവിടെ എത്ര കിട്ടണം, 210, 105 കിട്ടും. അപ്പോൾ ഇത് വർക്കാവും നോക്കാം. റൂട്ട് ഓവർ 105 മൈനസ് റൂട്ട് ഓവർ എക്സ് പ്ലസ് എ. 105 പ്ലസ് 90 എന്ന് പറയുമ്പോൾ 196 ഇസ് ഈക്വൽ ടു റൂട്ട് എ എന്ന് പറയുമ്പോൾ റൂട്ട് 91 മൈനസ് 0. ശരിയാണോ നോക്കണം നമുക്കത്. അപ്പോൾ ദിസ് ഇസ് റൂട്ട് ഓവർ 105 മൈനസ് 14, അത് റൂട്ട് ഓവർ 91. യെസ്, കറക്റ്റാണ്. അപ്പോൾ അത് വർക്കിംഗ് ആണ്. സോ എ വാല്യൂ 91 ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ വരിക. ഇത് അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ.